പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ JCNDSD ബഹുമാന്യ പ്രേക്ഷകർക്ക് ഈ രാത്രിയിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്ത ബഹുമാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്തു വന്ന ഒരു വീഡിയോയുടെ തുടർച്ചയായി കേരളത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി വൈറലായി നിൽക്കുന്ന ഒരു വിഷയമാണ് ആത്മീയ മണ്ഡലത്തിൽ ദൈവവേലക്കാരെന്ന് പറയുന്ന പല മനുഷ്യരുടെയും പൊള്ളത്തരം പൊളിഞ്ഞു വീഴുകയും അവരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ലെന്നും അവർ വാസ്തവത്തിൽ സാത്താന്റെ വേലക്കാരാണെന്നും അവർ ജനത്തെ വഞ്ചിക്കുകയാണെന്നും ദൈവവചനത്തെയോ അതിൻ്റെന്നോ ആരാധനാ വിഷയമെന്നോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ പിന്നാലെ പോവുകയാണ് എന്നുള്ള വസ്തുതകളും കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ കേട്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് ആധാരമായി സ്വീകരിച്ചിട്ടുള്ളത് കൊട്ടാരക്കര കേന്ദ്രമാക്കി എൽ ഷദായി ഒരു മിനിസ്ട്രിയുടെ പ്രസംഗനായ പാസ്റ്റർ ടിനു ജോർജ് അവർകൾ ഒരു ആലയം പണിയാൻ വേണ്ടി 8 കോടി രൂപ കൂടി അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം PG വർഗീസുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ 8 കോടി രൂപ ഇനി വേണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ നിലവിൽ അവർ കുറച്ച് കോടികൾ മുടക്കിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആലയം പണിയാൻ വേണ്ടി മൊത്തത്തിൽ എത്ര വേണമെന്നല്ല, ഇനി എത്ര കോടി വേണമെന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു 1-2 കോടി രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ട്. ഇനിയും ഒരു 8 കോടി രൂപയുടെ മുടക്കി കഴിഞ്ഞാൽ അവർ യഹോവയ്ക്ക് ഒരു ആലയം പണിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ബഹുമാനീയ കർത്താവിന്റെ ദാസന്മാർ ഉള്ളതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് ഒരു ആലയത്തെ സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദേവാലയം എന്ന് വെച്ചാൽ എന്താണ്, പഴയ നിയമത്തിലെ ദേവാലയത്തിന്റെ കാലിക പ്രസക്തി നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ തന്റെ മരണത്തോടനുബന്ധിച്ച് പ്രകൃതിയിൽ ഉണ്ടായ ചില പ്രതിഭാസങ്ങൾ, ഒന്ന് കല്ലറകൾ തുറക്കപ്പെട്ടു, സൂര്യൻ, അതുപോലെ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെയും 2ആയി ചെയ്തുപോയി. ഇങ്ങനെ ദേവാലയം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ കോൺസെപ്റ്റ് തന്നെ പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ മരണത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധ കാന്തയായി മണവാട്ടിയായി മാറുകയും ചെയ്തു എന്നുള്ള വസ്തുതയാണ്. ഈ വസ്തുതകളൊക്കെ അറിയാത്തവരല്ല ഈ ആലയങ്ങൾക്ക് വേണ്ടി വൻതോതിൽ പണം ആവശ്യപ്പെട്ട് ഇത്തരം പ്രചരണങ്ങൾ പണം ആവശ്യപ്പെട്ട് അവര് ഏതെല്ലാം സോഴ്സുകൾ ഉപയോഗിക്കുന്നതോ ഒന്നും ഒരു പക്ഷേ ഞങ്ങൾക്ക് നല്ല ആർക്കും തന്നെ പ്രയാസമുള്ളൊരു കാര്യമല്ല. പക്ഷെ പണം ഇദ്ദേഹത്തിന്റെ ഈ ദൂരത്തിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തന്മാരെ ഇവിടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ബഹുമാനമില്ലാത്ത പദങ്ങൾ ഇന്നലെ വരെയും തങ്ങളുടെ പോക്കറ്റിലുള്ളത് പെറുക്കി കൊടുത്തവരെ സംബന്ധിച്ച് ഒരു റെഫറൻസ് നടത്തുമ്പോൾ അത് അവന്റെ ബ്ലോക്ക് ചെയ്യും, അവന്റെ തലമുറകളെ ഞാൻ ശാപത്തിന് കീഴിലാക്കും എന്നൊക്കെ. പണം ഇവിടെ ന്യായമായും അന്യായമായും സമ്പാദിക്കുന്ന അല്ലെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റീസെന്റ് അമേരിക്കയിൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു കഴിയും. അത് വിശ്വാസികളുടെ പണം ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനടുത്താണ് ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെയോ വ്യവസായികളുടെയോ ധാർമ്മിക പണ സമ്പാദനത്തെ കുറിച്ചോ ഞങ്ങൾക്ക്
കൺസേൺ ഇല്ല. കാരണം ഇത്തരം കാപട്യം നടത്തി ഒരു പൊതുസമൂഹവും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത കൊടിയ പാതകമാണ്. പ്രത്യേകിച്ച് ദൈവനിന്ദയാണ്, ദൈവനിഷേധമാണ്, ദൈവത്തോടുള്ള അനുസരണക്കേട് മാത്രമല്ല, ദൈവത്തോടുള്ള ദൂഷണമാണ് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്. എന്നാൽ അദ്ദേഹം 8 കോടി സമ്പാദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ച ഒരു ഭാഗമാണ്, ആദിമ സഭയിൽ ദരിദ്രന്മാരായ ആളുകൾക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്ന സഭകൾക്ക് അവരുടെ മുട്ട് തീർക്കുവാൻ, അവിടെ വ്യക്തമായിട്ട് എഴുതിക്കുന്നവരുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ മിനിമം ആവശ്യങ്ങൾ, അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം, അവർക്ക് വസ്ത്രം, ഭക്ഷണം, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസിയുടെ നീഡായിട്ട് ബൈബിൾ പറയുന്നത്. ഇത് ഇല്ലാത്തിടത്ത് അപ്പോസ്തലന്മാര് മറ്റ് സഭകളിൽ നിന്നും ആ നന്മ ആവശ്യപ്പെട്ട് വാങ്ങി ഇവിടെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പാസ്റ്റർ സഭയിലോ അദ്ദേഹത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ, ഞാൻ ഇന്ന് ഒടുവിൽ കേട്ട ഒരു വീഡിയോയിൽ അവർക്ക് അദ്ദേഹത്തിന് ഇന്ത്യയിലും പുറത്തുമായി 600 ഫെലോഷിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചെറിയ പുള്ളിയല്ല. അപ്പം ഇവിടുന്ന് പണം വാങ്ങി ഇല്ലാത്ത ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. സഭയ്ക്കുള്ളിൽ ആ സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഭക്ഷണമില്ലാതെയും മിനിമം വസ്ത്രമില്ലാതെയും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഇത്ര രൂപ സമാഹരിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ഒരു പരിധിവരെയും പൊറുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ കാര്യത്തെ ഒരിക്കലും ശരിയായ അപ്പോസ്തലിക ഉപദേശം പ്രസ്താവിക്കുന്ന നമുക്ക് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഇകഴ്ത്തിക്കൊണ്ടും വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ മറ്റ് ധാർമ്മിക വശങ്ങളെ സംബന്ധിച്ചും ഒക്കെ ധാരാളം വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ടിനു ജോർജ് ദൈവത്തിന് ഒരു ആലയം പണിയുന്നത്, അല്ലെങ്കിൽ യഹോവയ്ക്ക് ഒരു ആലയം ടിനു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പണിയാൻ എന്താണ് അവകാശമുള്ളത്? ദൈവവചനം ഒരു ആലയം പണിയുന്നതിനെ സംബന്ധിച്ച് ആരോടെങ്കിലും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? പഴയ നിയമ വിശ്വാസികളായി ഇന്നും അപ്രസക്തമായ പഴയ നിയമത്തിന്റെ കാര്യങ്ങളെ പിന്തുടരുന്ന ഇന്നത്തെ ഇസ്രായേലിനോട് പോലും പർട്ടിക്കുലർ ആയിട്ട് ഒരു ആലയം പണിയാൻ വേണ്ടി ആരോട് സംസാരിച്ചിട്ടുള്ളതായി നമുക്ക് തിരുവെഴുത്തുകൾ കാണാതിരിക്കെ ആരാണ് ഇത്തരം ഒരു ബൈബിൾ വിരുദ്ധമായ, വചനവിരുദ്ധമായ ഒരു ആലയ നിർമ്മിതിക്ക് വേണ്ടി പണം ശേഖരിക്കുവാൻ ഉള്ള ഒരാഹ്വാനം കൊടുക്കുവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെയുള്ള സമാന മനസ്കരായ ഈ മേഖലയിൽ യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ച് ജനത്തെ കൊള്ളയിട്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഇവർക്ക് എന്ത് അവകാശമാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം. ഈ ചർച്ചയിൽ സംബന്ധിച്ച് ഇടപെട്ട് സംസാരിക്കുവാൻ വേണ്ടി എന്നോടൊപ്പം കർത്താവിന്റെ വിലയേറിയ ദാസന്മാരായ 3 പേർ, ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ദുബായിൽ നിന്നും, പാസ്റ്റർ ജോയ്ക്ക് ജോസഫ് കൊച്ചിയിൽ നിന്നും, അതുപോലെ ബ്രദർ സൈമൺ ബെഞ്ചമിൻ ഷാർജയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. മൂവരെയും ഞാൻ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രാരംഭമായി എനിക്ക് ചോദിക്കുവാനുള്ളത് ബ്രദർ വിൽസനോട് തന്നെയാണ്. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ തുടർച്ചയായതുകൊണ്ട്. അപ്പോ ഒരു ദേവാലയത്തെ സംബന്ധിച്ച് ദൈവവചനം, പ്രത്യേകിച്ച് പുതിയ നിയമവിശ്വാസികൾ, നമുക്ക് പഴയ നിയമവിശ്വാസികളെ നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് പഴയ നിയമം മുഴുവനായിട്ടും കൊടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യാക്കോബിന്റെ സന്തതി പരമ്പരകളായ ഇസ്രായേലിയ പൗരന്മാർക്കാണ്, അല്ലെങ്കിൽ ആ ജനതയ്ക്കാണുള്ളത്. എന്നാൽ ഈ ഇസ്രായേലിയ പൗരത്വയോട് നമുക്ക് എന്തെങ്കിലും പുതിയ നിയമസഭയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മുഖാന്തരമുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുതിയ നിയമസഭയിൽ ഒരു ആലയ നിർമ്മിതിയെ കുറിച്ച് പറയുന്നതായി ഞാൻ വായിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവർത്തികളിൽ അവിടെയും ഉള്ള സഭകളെ സംബന്ധിച്ച് പറയുന്നത് വീടുകളിൽ കൂടി വന്നിരുന്ന കൂട്ടായ്മ എന്നാണ്. അപ്പോൾ മന്ദിരം എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ ബിൽഡിംഗ് എന്നുള്ള തലത്തിൽ തീരെ അപ്രസക്തമായ ഈ വിഷയത്തെ ജനങ്ങളെ കൊള്ളയിടുവാൻ ഉപയോഗിക്കുവാൻ വേണ്ടി ഈ ഒരു പാസ്റ്റർക്ക് മാത്രമല്ല, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു പാസ്റ്റർമാർക്ക് ബൈബിൾ പ്രകാരമായി എന്തെങ്കിലും തരത്തിലുള്ള അവകാശമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ, അല്ലെങ്കിൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ
അത് പഴയ നിയമത്തിൽ നിന്നാകട്ടെ പുതിയ നിയമത്തിൽ നിന്നാകട്ടെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട കർത്തദാസനോട് ആവശ്യപ്പെടാനുള്ളത്. താങ്ക് യു പാസ്റ്റർ. അത് ഇച്ചിരി ഒരു ലോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൻസർ ആണ്. പിന്നെ എത്രയും ചുരുക്കി പറയാൻ അത്രയും ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടത് പഴയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ് ആ ആലയം ഉണ്ടാക്കുവാൻ ഓരോ മനുഷ്യരെയും ഉപയോഗിച്ചതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദ് ന്റെ സമയത്താണ് ഒരു മൊത്തത്തിൽ ഒരു ഇസ്രായേൽ രാജ്യം രൂപത്തിൽ വരുന്നത്. അതുവരെയും ദൈവം ആരെയും ആ ആലയം പണിയുവാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അത്രയും പ്രവാചകന്മാരും അത്രയും പലതരത്തിലെ വിശിഷ്ട വ്യക്തികൾ ഉള്ള ഒരു ദേശത്തില് പല അത്ഭുതങ്ങൾ ചെയ്യുന്ന പ്രവാചകന്മാരുള്ള ദേശത്ത് ദൈവം അവിടെ ഒരു ആലയം പണിയുവാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു ഭൂമിയിൽ ഒരു ആലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റിസർവ്ഡ് ആയിട്ട് ഒരു വളരെ പർപ്പസിന് വേണ്ടി ഒരൊറ്റ ആലയം മാത്രമേ ദൈവം പണിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം കാണണം. അതിനകത്ത് തന്നെ നമ്മൾ 2 ശമൂവേലിനകത്ത് 7 വായിക്കുന്നുണ്ട്. ദാവീദിനോട് പറയുന്നുണ്ട്, നീ പലരുടെയും കൊല ചെയ്തിട്ടുണ്ടോണ്ട്, നിന്റെ കയ്യിൽ രക്തം ഉണ്ടോണ്ട് ഞാൻ നിന്നെ ആലയം ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ. അപ്പം ദൈവം ആരെയൊക്കെ അനുവദിച്ചില്ല ആലയം ഉണ്ടാക്കാൻ, അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ദൈവം തിരഞ്ഞെടുത്ത ശലോമോൻ എന്ന ഒരു മനുഷ്യനെ ദൈവം അവനെ പറ്റി പറയുന്നു. ആ 2 ശമൂവേൽ 7 പറയുന്നു, ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനായിരിക്കും. അപ്പൊ ഒരു ആലയം പണിയണമെങ്കിൽ ആദ്യം ദൈവപുത്രനാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാൽ ജനിക്കണം. ആരെങ്കിലും തൃത്വക്കാര് പറയാൻ പറ്റുമോ അവർ ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ചവരാണെന്ന്? അവർ സ്നാനത്തിൽ കർത്താവിന്റെ മരണത്തിലേക്ക് ചേർന്നിട്ടില്ല, കർത്താവിന്റെ നാമത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അവർ ദൈവപുത്രന്മാരാകുന്നത്? പിന്നെ നമ്മൾ ആദ്യത്തെ ആലയത്തെ പറ്റി 1 രാജാക്കന്മാർ 8 വായിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ അവിടെ കാണുന്നത് എന്തൊക്കെയാണ്? ആ ആലയത്തെ നോക്കിയാണ് നമസ്കരിക്കേണ്ടത്. ആ ആലയത്തിലേക്കാണ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ യാചനകളെ അർപ്പിക്കേണ്ടത്. ആ ആലയത്തിന്റെ മേൽ യഹോവയുടെ നാമം, അതായത് ആദ്യ നിയമത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നാമം, ആ നാമത്തിലാണ് ആലയത്തെ നോക്കി നമ്മൾ വിളിക്കേണ്ടത്. ആ ദൈവത്തെ വിളിക്കേണ്ട നാമം. ആ നാമത്തിന്റെ അർത്ഥം എന്താണ്? അവൻ ആകുന്നു. അതൊരു ദൈവം വെളിപ്പെടുത്താത്ത ഒരു നാമമാണെന്നും നമുക്കറിയാം. അത് കഴിഞ്ഞ് പല നാമങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തിയോടനുബന്ധമായി ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ രക്ഷയെ സംബന്ധിച്ചോളം നമ്മൾ ആ നാമം പഴയ നിയമത്തിൽ കാണുന്നത് ജോഷുവയിലാണ് കാണുന്നത്. യഹോവോഷുവ എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ ഇന്റർലീനിയറിനകത്ത് ഹീബ്രുവിനകത്ത് പോയി വായിക്കുമ്പോൾ യഹോവോഷുവ, അതായത് കനാനിൽ പ്രവേശിക്കുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ ആരാകുന്നു? വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഉപയോഗിച്ച ആ നാമം ആർക്കാണ് ലഭിച്ചത്? ജോഷുവ എന്ന്, അല്ലെങ്കിൽ യഹോവോഷുവ എന്ന് ആ ഒരു വ്യക്തിക്കാണ് ദൈവം ആ നാമം നൽകിയത്. അതുപോലെ തന്നെ ആ നാമം തന്നെ യഹോഷുവ എന്ന നാമം, അല്ലെങ്കിൽ യാഹ്വേഷുവ, യഹോവ തന്നെ എന്റെ രക്ഷയാകുന്നു എന്ന നാമം ഏകപുത്രനായ യേശു ക്രിസ്തുവിന് ലഭിച്ചു. അപ്പോൾ പഴയ നിയമത്തിലെ ആലയത്തിൽ ആ നാമം ആലയത്തിൽ ഇരിക്കുന്നു. ആ നാമം ആരുടെ നാമമാണ്? ആ ആലയത്തിൽ ഉള്ള ആത്മാവായ ദൈവത്തിന്റെ നാമമാണ്. ആ നാമം തന്നെയാണ് ആലയത്തിന്റെ നാമം എന്ന് വളരെ വ്യക്തമായിട്ട് 1 രാജാക്കന്മാർ 8 പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഈ ആലയത്തെ നിങ്ങൾ വീഴ്ത്തുവീൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പിന്നെ പണിയും. അപ്പൊ അവര് പറയുന്നുണ്ട്,
ശലോമോന്റെ സമയത്ത് പണിഞ്ഞ ആലയം, പിന്നീട് സെറുബാബേലിന്റെ സമയത്ത് അത് പിന്നീട് പുതുക്കി പണിഞ്ഞ ആലയം, 42 വർഷം കൊണ്ട് പണിഞ്ഞ ആലയം എങ്ങനെ നീ 3 ദിവസം കൊണ്ട് പണിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം തന്നെയാണ്. പിന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5 മുതൽ 8 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അവന്റെ ദേഹിയാണ് പുതിയ ടാബർനാക്കിൾ, അതായത് പേടകം. അവന്റെ ശരീരമാണ് പുതിയ ആലയം. ആ ശരീരം തന്നെയാണ് യാഗം കഴിച്ച കുഞ്ഞാടായ ഏകനായ പുത്രൻ. പിന്നെ അവൻ തന്നെ മഹാപുരോഹിതൻ, മൽക്കിസെദേക്കിന്റെ ഓർഡറിലുള്ള മഹാപുരോഹിതൻ. അവൻ ആലയമാണ്, മഹാപുരോഹിതനാണ്, പേടകമാണ്. അപ്പോൾ പിന്നെ അപ്പോസ്തോലന്മാർ എല്ലാം പറയുന്നത് ആ ആലയത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നോക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് സ്വർഗത്തിൽ ഒരു ആലയമുണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് സ്വർഗത്തിൽ ഒരു നിത്യഭവനമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആലയത്തിന്റെ കോൺസെപ്റ്റ്, അതായത് ദൈവം ഈ ലോകത്തിൽ ഒരു ശരീരം എടുത്തു വന്ന് ആ ശരീരം ഒരു ആലയമായി ആ ആലയത്തിൽ തന്നെ, പഴയ ആലയത്തിൽ വന്ന് നിന്ന് പ്രവേശിച്ചു. ആ ആലയത്തിൽ നമുക്കറിയാം ഒരു 400 വർഷത്തോളം ആ ആലയത്തിൽ ഒരു ആക്ടിവിറ്റിയും ഉണ്ടായിട്ടില്ല. ശലോമോന്റെ സമയത്ത് ഉണ്ടായ പോലെ ഒരു കർത്താവിന്റെ പ്രസൻസ് വരികയോ അങ്ങനത്തെ ഒരു കാര്യവും ആ ഒരു 400 വർഷത്തിൽ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് കർത്താവ് തന്നെ ആ ആലയത്തിൽ വരുമെന്ന വലിയ പ്രോഫസി നിറവേറപ്പെടുന്നത്. അപ്പോൾ ആ ആലയത്തിൽ ആത്മാവായ ദൈവം ഒരു ശരീരമെടുത്ത് ആ ശരീരത്തെ ആലയമായി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്തിട്ട് ആ ശരീരത്തെ പിന്നെ വാഴ്ത്തപ്പെടുത്തി അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ആലയം. ആ ആലയത്തിലേക്ക് നമ്മൾ 1 രാജാക്കന്മാരുടെ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ആലയത്തെ നോക്കിയാണ് നമ്മൾ സകല അപേക്ഷകളെയും നമ്മൾ ചെയ്യേണ്ടത്. ആ ആലയത്തെ നോക്കിയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ആലയത്തിന്റെ മേളിൽ ദൈവത്തിന്റെ നാമമുണ്ട്. ആ നാമം എന്താണ്? ആ ശരീരമെടുത്ത നാമം, അല്ലെങ്കിൽ ആ ആലയത്തിന്റെ നാമം യഹോശുവ ഹമശിയായുടെ നാമം. ആ നാമമാണ് പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ ആലയത്തിന്റെ നാമം. ആ ആലയത്തിന്റെ നാമം തന്നെയാണ് അതിലിരിക്കുന്ന ഏക ദൈവമായ, ഏക സത്യ ദൈവമായ ആത്മാവായ ദൈവത്തിന്റെ നാമം. അതാണ് ഈ പുതിയ നിയമത്തിലുള്ള ആലയം. അങ്ങനെ ഒരു ആലയം ഉള്ളപ്പോൾ ഈ സമയത്ത് ഒരാൾ വന്നിട്ട് യഹോവയ്ക്ക് ഒരു ആലയം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് പഴയ നിയമം എപ്പം തീർന്നെന്നും അറിയത്തില്ല. പഴയ നിയമത്തിലെ നാമം എപ്പം ദൈവം ഇനി ആ നാമത്തിൽ വിളി കേൾക്കുന്നില്ല എന്ന് അറിയുന്നില്ല. പുതിയ നിയമത്തിലെ നാമം അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. പുതിയ നിയമത്തിലെ ആലയം ഏതെന്നവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും അറിയാത്ത ചില ആൾക്കാർ അവിടുന്നും ഇവിടുന്നും ബൈബിളിൽ എന്തെങ്കിലും വായിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ കുറച്ച് മെസ്സേജസ് ഉണ്ടാക്കുക, ഏതെങ്കിലും രീതിയിൽ അവരെങ്ങനെയൊക്കെയാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത് നമുക്കറിയാം. ദുരാത്മാവും പ്രവർത്തി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ആലയമില്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ 6 പറയുന്നു, ഒരു പ്രാവശ്യം നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പുനർജനനത്തിൽ, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി ദൈവപുത്രന്മാരായി തീരുമ്പോൾ പറയുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നുവെന്ന്. അപ്പോൾ ദൈവം ആത്മാവായി വസിക്കുന്ന ദൈവപുത്രന്മാരാണ് ഇന്ന് ഭൂമിയിലുള്ള ദൈവത്തിന്റെ ആലയം. ദൈവത്തിന് ഒരു ആലയം ഈ ലോകത്തിൽ ഇനി ആവശ്യമില്ല. കല്ലിന്റെ മേൽ കല്ല് കാണുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ ശേഷം ഒരിക്കലും ഒരു ആലയത്തിന് ഇനി ഇവിടെ ഈ ഒരു ഭൂമിയിൽ കർത്താവിന്റെ ആലയം എന്ന് പറയുവാൻ നമുക്ക് ഒന്നുമില്ല. കർത്താവിന്റെ ആലയം എന്ന് പറയുന്നത് ദൈവപുത്രന്മാർ തന്നെയാണ്. പിന്നെ ഏക ദൈവപുത്രൻ എന്ന ഒരു ഫൈനൽ ആലയം, അതാണ് സകല ദൈവപുത്രന്മാരും നോക്കി കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ ആ ആലയത്തിലേക്ക് തന്റെ വിളിച്ച് അപേക്ഷകൾ നൽകുന്നതും ആ ആലയത്തിലേക്കാണ് അവർ നോക്കുന്നതും. താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. വളരെ വ്യക്തമായിട്ട്
ദേവാലയം ദൈവത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാലയം എന്താണ് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് സംസാരിച്ചു. വളരെ നന്ദി. എൻ്റെ അടുത്ത ചോദ്യം ജോയി പാസ്റ്ററോടാണ്. പാസ്റ്റർ, ഇതാണ് എൻ്റെ ചോദ്യം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും അവനൊരുക്കിയ രക്ഷയെ സംബന്ധിച്ച് ഹെബ്രായ ലേഖനക്കാരൻ പറയുമ്പോൾ അവൻ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നാ പറയുന്നത്. അപ്പം ഒരു യാഗം അർപ്പിച്ചിട്ട് വിശുദ്ധ മന്ദിരത്തിൽ അവൻ പ്രവേശിക്കാൻ സ്വർഗത്തിലേക്ക് എത്ര പ്രവേശിച്ചു എന്നൊരു വാക്യമുണ്ട്. ഞാൻ കൊട്ടേഷൻ ഓർക്കുന്നില്ല, പക്ഷെ ഹെബ്രായ ലേഖനത്തിലാണ്. അപ്പോൾ സ്വർഗീയത്തിന്റെ നിഴൽ മാത്രമായിരുന്ന ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടൊരു ദേവാലയം യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന കാലത്താണ് നമ്മുടെ കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്ന് ആ ആലയം, തകർക്കപ്പെട്ട ആലയം ആയ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാര രക്തവുമായി ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ, അതായത് ഹോളി ടാബർനാക്കിളിൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിന്റെ നിഴലാണ് ഭൂമിയിലുള്ള മന്ദിരങ്ങൾ എന്ന് അവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിൽ ദേവാലയത്തെ സംബന്ധിച്ച് ഇപ്രകാരം വ്യക്തമാക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ മലാഖിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ അവിടെ പുരോഹിതനെ സംബന്ധിച്ചും ദേവാലയത്തിൽ ധാന്യം ഉണ്ടാകേണ്ടതിന്, ആഹാരം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദശാംശ വഴിപാടുകളും കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. അപ്പൊ അവിടെ ആഹാരത്തിന് വേണ്ടിയാണ് ആലയത്തിലേക്ക്, അല്ലെങ്കിൽ ആലയത്തിൽ കൂടി വരുന്നവർക്ക് ആഹാരത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ദശാംശം മുഴുവനും കൊണ്ടുവരണമെന്ന് യഹോവ അരുളി ചെയ്യുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്റ്റർ ടീനുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെന്റക്കോസ്റ്റൽ പാസ്റ്ററോ ഈ പറയുന്ന പഴയ നിയമത്തിലെ യാഗങ്ങളുടെ പുരോഹിതന്മാരല്ല. അവർ ആടിനെ ബലിയർപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ കൂടി വരുന്നവർക്ക് അന്നദാനം കൊടുക്കുവാനുള്ള വ്യവസ്ഥയോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങളെ നമുക്കറിയാം, ഇവരുടെ എല്ലാം പിന്നാലെ ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. നമ്മൾ സത്യം പറയുന്നത് കൊണ്ട് നമ്മുടെ അടുത്തേക്ക് ആരും വരുന്നില്ല. നമ്മൾ എത്രമാത്രം സത്യം തുറന്നു പറയുന്നുവോ അത്രമാത്രം ആളുകൾ അകന്നകന്ന് പോവുകയാണ്. എന്നാൽ ഈ ഭൗതികമായ നന്മകൾ പറയുകയും എയർ കണ്ടീഷൻ ചെയ്ത ആലയങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ, ഞാനിപ്പോ പ്രത്യേക ആമുഖമായി സൂചിപ്പിച്ച ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത്, ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഇതൊരു ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, ആളുകൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് തിരുവഴുത്തിനെ അടിസ്ഥാനമാക്കി സംസാരിക്കാൻ വേണ്ടിയാണ് എനിക്ക് പാസ്റ്ററോട് ഈ വിഷയം സംസാരിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ ഗ്രൂപ്പിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ പാനലിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയെ തുറന്നാൽ എല്ലാവരും, ഞങ്ങൾ ഏകദൈവ വിശ്വാസികൾ മാത്രമല്ല, തൃത്വം വിശ്വസിക്കുന്ന സമൂഹവും ഈ ടിനു ജോർജിന്റെ ആ വാക്കുകളും PG വർഗീസിന്റെ ആ വാക്കുകളും എടുത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അത് ആവശ്യമില്ലാത്തൊരു വാക്ക് തന്നെയാണ്. ബൈബിൾ യഥാർത്ഥമായി പഠിക്കുന്ന ഒരു വ്യക്തിക്കറിയാം. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ വെൻസബ്ര സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ആലയം എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തി. യഥാർത്ഥ ആലയം എന്താണ് ഈ കാലത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം, നിങ്ങളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസിക്കുന്നത്. അപ്പോൾ മനുഷ്യനാണ് ആലയം. ഈ മനുഷ്യനാണ് നിലനിൽപ്പിന്റെ ആവശ്യം. വാസ്തവത്തില് ബൈബിളിൽ എല്ലായിടത്തും നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അപ്പോസ്തലന്മാര്, ഇദ്ദേഹം അപ്പോസ്തലൻ എന്നാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അപ്പോസ്തലന്മാര് ഒരു ദേവാലയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി
ഒരു പിരിവെടുത്ത ചരിത്രം ബൈബിളിൽ എങ്ങും കാണുന്നില്ല. ഈ ബൈബിളിൽ ഇല്ലാത്ത ഒന്നിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മാവേതാണെന്ന് തന്നോടുകൂടെ സഞ്ചരിക്കുന്ന വിശ്വാസികൾ ഒന്ന് ഗ്രഹിച്ചാൽ നല്ലതാണ്. കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിച്ചു പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യം പണവും ഈ ലോകത്തിന്റെ ധനസമൃദ്ധിയുമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് കിട്ടിയേക്കാം. കാരണം സർവ്വവും ലോകവും ദുഷ്ടന്റെ അധീനതയില്ല. ദുഷ്ടന്റെ കയ്യിൽ പണമുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ തെറ്റായിട്ടുള്ള യാത്രയാണ്. ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ ഈ സംഘടന എന്ന് പറയുന്നത്, ഞാൻ രാഷ്ട്രീയ സംഘടനയല്ല ഉദ്ദേശിക്കുന്നത്, മതസംഘടനകൾ എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നത് ബാബിലോണിലാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ആഗ്രഹം എന്തായിരുന്നു? വരുവിൻ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടിയിരുന്ന് ഒരു വലിയ ഗോപുരം പണിയാം, എന്നിട്ട് നമുക്ക് വലിയൊരു പേരും ഉണ്ടാക്കാം. ഇതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇന്ന് മതങ്ങൾ, എല്ലാ മതങ്ങളും കത്തോലിക്ക തുടങ്ങി പെന്തക്കോസ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല പണിയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അവർക്കൊരു വലിയ പേരുണ്ടാകണം, അവർക്കൊരു വലിയ പദവി ഉണ്ടാകണം, ഒരു വലിയ ഗോപുരം, 8 കോടിയാകട്ടെ അതിനേക്കാൾ കൂടുതലാകട്ടെ, ഒരു വലിയ ഗോപുരവും പണിയണം. ഇതിന്റെ അടിസ്ഥാനം ബാബിലോണിയമാണ്, പൈശാചികമാണ്. ഇതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ദൈവികം അല്ല. ദൈവത്തിനിവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന ഒരു കെട്ടിടം അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം, ദൈവസഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ സഭ. ആ സഭ പണിയാൻ 5 പൈസ മുടക്കണ്ട. ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. ദൈവവചനം വായിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. നമുക്കറിയാം, കർത്താവായ യേശു ഇങ്ങനെയുള്ള പണികളെ കുറിച്ച്, യെരൂശലേം ദേവാലയത്തിന്റെ പണി മാത്രമല്ല യേശു ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ സകല പണികളും ദൈവത്തിന് വിരുദ്ധമായി, ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന എല്ലാ ഗോപുരങ്ങളും, എല്ലാ ബാബേൽ ഗോപുരങ്ങളും ഇടിയപ്പെടും എന്ന് തന്നെയാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും എന്ന് യേശു പറഞ്ഞത് ഈ ടിനു ബ്രദർ പറഞ്ഞ ആ കെട്ടിടത്തെ ഉദ്ദേശിച്ചാണ്. അതിനുവേണ്ടിയാണ് താൻ ഘോരഘോരം യുദ്ധം ചെയ്ത് മറ്റൊരു വ്യക്തിയെ എവിടുന്നാ വടക്കേണ്ടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് 1 രൂപ എടുത്ത് കാണിച്ച്, അതുപോലെ തന്നെ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി ഈ ദൈവത്തിന്റെ സഭ പണിയാനാണ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് വടക്കേണ്ടിയിൽ കിടന്ന വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഇങ്ങനെയുള്ള പ്രഹസനത്തിന്റെ ആവശ്യമൊന്നും ദൈവസഭയ്ക്ക് ഇല്ല. അത് ദൈവസഭയല്ല. ദൈവസഭയുടെ യോഗ്യത എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:38 ഈ ടിനു എന്ന് പറയുന്ന ആ ബ്രദറും തന്നോടുകൂടി നടക്കുന്ന ഏതാണ്ട് ധാരാളം സഭകളുണ്ട്, അവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ച്, ആദിമ ക്രൈസ്തവ സമൂഹം എന്നാണ് POC ബൈബിളിൽ അതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:38. ഇത് വായിച്ചതിന് ശേഷം പണം ആവശ്യമാർക്കാ? സാധുക്കൾക്കാ പണം ആവശ്യം. ആ സാധുക്കൾ, അവിടെ ആദിമ ക്രൈസ്തവ സമൂഹം ദരിദ്രമായി തീർന്നപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി അവർ പണം പിരിവെടുത്തു അവരുടെ നിലനിൽപ്പിന് വേണ്ടി. ഒരു വമ്പന് ചുംബിയായ ഒരു കെട്ടിടം വെക്കുവാൻ വേണ്ടിയല്ല. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം ഇടിഞ്ഞു പോകുന്നതാണ്. അതിനുവേണ്ടി യുദ്ധം ചെയ്യുക, അതിനുവേണ്ടി മുഖം വളരെയധികം ആത്മീയ ചൈതന്യമില്ലാത്ത വിധത്തിൽ ആരോ പറഞ്ഞു ഇനി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ ഉള്ളതായിരിക്കാം. കൊടുക്കുന്നില്ല, വേണ്ട. ദൈവം ഇങ്ങനെ ഒന്ന് പണിയാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ആദിമ കാലങ്ങളിൽ നമുക്കറിയാം, കൊറോണ കാലത്ത് ദൈവം ഇതൊക്കെ പഠിപ്പിക്കുന്നതാണെന്നേ. കൊറോണ കാലത്ത് ആരെങ്കിലും ദേവാലയത്തിൽ പോയി ആരാധിച്ചോ? ഇല്ല. ഇനി കൊറോണയേക്കാൾ വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരും. അന്നാരമാണ് നിന്റെ 8 കോടിയും കാണുകയില്ല. 8 കോടിയുടെ ആ അമ്പരചുംബിയായി പണിയുന്ന ഒന്നും കാണുകയില്ല. അതുകൊണ്ട് 8 കോടിക്ക് വേണ്ടി ജനങ്ങളെ
പിഴിഞ്ഞ് കാശുണ്ടാക്കി ഈ ലോകത്തിൽ വരിക, നമുക്കെല്ലാവർക്കും ഒരു പേരുണ്ടാക്കി ഒരു വലിയ ഗോപുരം പണിയാം, എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ വേണ്ടി ഗോപുരം പണിയുന്ന പദ്ധതി ടിനു ജോർജ് മനസ്സിലാക്കണം. അത് പിശാചിൻ്റെതാണ്, അത് ദൈവികമല്ല. ദൈവിക പദ്ധതി മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ കാഹളനാദത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പ്രഹസനമാണ്. അത് പ്രഹസനം അടക്കേണ്ടിയില്ലെന്നല്ല. ഇനി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് നമുക്കെല്ലാം ഇവിടെ ഒരു കെട്ടിടം പണിയാം എന്ന് പറഞ്ഞാലും ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ളൊരു കെട്ടിടത്തിന്റെ ആവശ്യമില്ല. ജനങ്ങൾ, സാധുക്കളായ ജനങ്ങൾക്ക് കഴിവെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. നമ്മളാൽ കഴിയുന്നത്, ഞങ്ങൾ കർത്താവിന്റെ കൃപയാൽ വലിയ സമ്പന്നരൊന്നും അല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സാധുക്കളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഒരു വീമ്പിളക്കുകയല്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളത് നിറവടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കെട്ടിടം പണിയുവാനും അതിനുവേണ്ടി ജനങ്ങളെ കണ്ടമാനം ഇടിച്ചു പിഴിഞ്ഞ് ജനങ്ങൾക്ക് ഒരു പ്രേരണ കൊടുക്കുന്നില്ല. കാരണം ഇതെല്ലാം കല്ലിന്മേൽ കലിശേഷിക്കാതെ ഇടിഞ്ഞു പോകും. കർത്താവിന്റെ വരവിനോട് അടുക്കുന്ന ഈ സന്ദർഭങ്ങളിൽ മാനസാന്തരപ്പെട്ട അപ്പോസ്തല പ്രവൃത്തി 2:38 അനുസരിച്ച് യഥാർത്ഥ ദൈവസഭയുടെ അംഗമായി ജീവിക്കാൻ ഈ ടിനു ജോർജിനെയും തന്റെ പുറകെ നടക്കുന്ന സാധാരണ വചനത്തെ കുറിച്ച് ABCD അറിയത്തില്ലാത്ത ഈ ജനങ്ങളോട് പറയുകയാണ്. വളരെ ദുഃഖത്തോടെയായി പറയുന്നത്. വാസ്തവത്തിൽ വചനം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. സാധുക്കളെ വഞ്ചിക്കുക അവര്. നമുക്കൊരു ക്യാൻസർ മാറുന്നതും ഒരു രോഗസൗഖ്യം കിട്ടുന്നത് കൊണ്ട് തൃപ്തി അടഞ്ഞു പോകുന്ന ഒരു ക്രിസ്ത്യാനിത്വത്തെ അല്ല സ്വർഗം കാണുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടണം. ആത്മാവ് കർത്താവിന്റെ രാജ്യത്തിൽ പോകത്തക്ക വിധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 തന്നെ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവർ മാത്രമാണ് ദൈവസഭ. മറ്റുള്ളതൊന്നും ദൈവസഭയല്ല. ഇങ്ങനെ കുറച്ച് സംഘടനകൾ ബാബേൽ ഗോപുരം പടുത്തുയർത്താൻ വേണ്ടി ഈ ന്യൂ ജനറേഷൻ ആയിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ സാത്താൻ കരങ്ങൾ എടുത്തുകൊണ്ട് തുള്ളിക്കുന്നതാണ്, സാത്താൻ കരങ്ങൾ എടുത്തുകൊണ്ട് ചാഞ്ചാടിക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് ഞങ്ങൾ വീണ്ടും ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ വീണ്ടും നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ വഞ്ചിതരായി തീരരുത്. രാഷ്ട്രീയത്തിലെ വഞ്ചന, ചതിവും അവിടെയുള്ള ഏറ്റുമുട്ടലും ഒന്നുമല്ല ഞങ്ങൾക്ക് വിഷയം. ദൈവസഭയെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അനേക കപല ഇടയന്മാര്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്പം പോലും ഇല്ലാത്ത, രോഗസൗഖ്യവും മറ്റതൊക്കെ കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ മോശയുടെ കയ്യിലെ വടി സർപ്പമായി തീർന്നപ്പോൾ അവിടെയുള്ള മന്ത്രവാദികളുടെ വടിയും സർപ്പമായി തീർന്നു. അപ്പൊ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. നമ്മള് രോഗികളെ കുറച്ച് സൗഖ്യമാക്കുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. അങ്ങനെയുള്ള വീരവാദം മുഴക്കിയ ഒരു കൂട്ടത്തെ യേശുവിന്റെ കാലത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തി. കർത്താവായ യേശു എന്താ പറഞ്ഞത്? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനാലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രയേ സന്തോഷിപ്പിണ്ട. സ്വർഗത്തിൽ പേരെഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കഴിയാതെ ഒരു വലിയ കൂട്ടത്തെ ഉണ്ടാക്കി 8 കോടി രൂപയുടെ ഒരു വലിയ മണിമേടയും പണിത് അതിനകത്ത് കുറച്ചു പേരെ ഇരുത്തി ആമേൻ പറയിപ്പിക്കുന്നതല്ല ദൈവസഭയെന്ന് സാധുക്കളെങ്കിലും അറിയണമേ. കർത്താവിന്റെ വരവെടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ തുറന്ന കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായിരുന്നു ഉത്തരം. ഏതൊരു കേൾവിക്കാരനും സംശയലേശമന്യേ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വിധത്തിൽ പാസ്റ്റർ സംസാരിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം അടുത്തതായി ബ്രദർ സൈമണോടാണ്. ബ്രദർ സൈമൺ, നമ്മൾ പഴയ നിയമത്തിൽ ദൈവം വാസ്തവമായിട്ടും ഒരു ആലയം തനിക്ക് വേണ്ടി പണിയണമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ദാവീദിനോട് പറയുന്നത്, നീ അല്ല, നിന്റെ മകൻ സോളമൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. അപ്പൊ പഴയ നിയമത്തിലെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കാണുന്നത് ജനത്തിന് ആരാധിക്കുവാനും അവരുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാനുമായി ദൈവ സാന്നിധ്യമുള്ള ഒരിടം എന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ അശുദ്ധനായ മനുഷ്യനും വിശുദ്ധനായ ദൈവവും കൂടി കാണാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമായതുകൊണ്ടാണ് ഒരു അതിപരിശുദ്ധ സ്ഥലത്തിനുള്ളിൽ മാത്രം
വ്യവസ്ഥ പ്രകാരമുള്ള ബലി തനിക്ക് വേണ്ടി അർപ്പിച്ച് ജനത്തിന്റെ പാപപരിഹാര രക്തവുമായി അകത്ത് ചെന്ന് ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ മാത്രം സന്നിഹിതനാകുന്ന ഒരു ദൈവം, പരിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവം ഒരു പരിശുദ്ധ സാന്നിധ്യത്തിന്റെ നടുവിൽ പ്രത്യക്ഷനാകുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 3 അവർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് ദൈവം പറയുന്നു. അപ്പോൾ വാസ്തവമായി ദേവാലയം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, ഒരു കെട്ടിടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി പുതിയ നിയമത്തിൽ ഉണ്ടോ? അതായത് യേശുക്രിസ്തുവിന്റെ മരണശേഷം അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗത്തിന് ശേഷം ഉളവായ സഭ, അതും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ ബൈബിളിൽ എവിടെയെങ്കിലും, ബൈബിളിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കെട്ടിടങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, മാൻഡേറ്ററി ആണ് ഒരു കെട്ടിടം, അത് ദൈവസഭയ്ക്ക് കൂടി വരാൻ ഒരു സഭയ്ക്ക് ഒരു കെട്ടിടം എന്നുള്ളൊരു ഒരു ആശയം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും പ്രസക്തമായിട്ടുണ്ടോ? എനിക്കും കൂടി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ നമ്മള് അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്നത് പത്രോസിന്റെ ബാക്കി യേശുവിന്റെ ബാക്കി ശിഷ്യന്മാരും കൂടെ ഇരുന്ന സമയത്ത് അവരൊരു ആലയത്തിലല്ല ഇരിക്കുന്നത്, ഒരു വീട്ടിലാണ്. അപ്പം അവരെല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ജോസ് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം യേശു പറഞ്ഞത് അവിടെ പൂർത്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വീട്ടിലായാലും ഏത് ഹാളിലായാലും 2 3 പേര് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. അവിടെ ഒരു പഴയ നിയമത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു വിശുദ്ധ സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ഒരു ആത്മാവായി പിന്നെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 7:48 48 മുതൽ 50 പറയുന്നതെന്ന് പറഞ്ഞാൽ, however the most high does not live in the houses made by human hands. അപ്പൊ മനുഷ്യന്റെ കൈകൾ വെച്ചുണ്ടാക്കിയ ആലയത്തിൽ ഇനി താമസിക്കത്തില്ലെന്നുള്ള കാര്യം, ഇത് ഒരു പ്രൊഫസി, ഇത് നമ്മളുടെ പ്രോഫിറ്റ്സും പറഞ്ഞ ഒരു കാര്യമാണ് പഴയ നിയമത്തിനകത്ത്. ഹെവൻസ് ഈസ് മൈ ത്രോൺ ആൻഡ് ദ എർത്ത് ഈസ് മൈ ഫുട്സ്റ്റൂൾ, വാട്ട് കൈൻഡ് ഓഫ് ഹൗസ് വിൽ യു ബിൽഡ് ഫോർ മീ? അപ്പൊ ഏത് തരത്തിലുള്ള ഹൗസ് ബിൽഡ് ചെയ്യും? അതുമല്ല, സേസ് ദി ലോർഡ്, ഓർ വേർ വിൽ ബി മൈ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെ ആയിരിക്കും? ഭൂമിയിലായിരിക്കും, ഹെവനിലായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ സർവ്വപ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന് ഇങ്ങനെ നമുക്കൊരു ബിൽഡിങ്ങിനകത്തോ അല്ലെങ്കിൽ ഒരു ചർച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ആണ്, ആ ബിൽഡിങ്ങിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്, നിങ്ങൾ എല്ലാവരും അവിടെ വന്നാലേ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം, ഇത് ബൈബിളിന്റെ വിശ്വാസമല്ല. ഇത് ബിൽഡിംഗ് ഉണ്ടാക്കി ഈ ബിൽഡിങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും പ്രോപ്പർട്ടി ഉണ്ടാക്കാനും ആൾക്കാരുടെ ഇന്ന് കാശ് മേടിക്കാനും ഉള്ള ഒരു മാർഗം മാത്രമാണ്. അല്ലാതെ വചനപ്രകാരം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ ഓരോ വീട്ടിൽ കൂടുക, അവിടെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പിരിവെടുക്കുകയും ഒന്നും നമ്മൾ കാണുന്നില്ല. തമ്മിൽ സഹായിക്കാൻ വേണ്ടി പൗലോസ് പല സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവരുടെ കഷ്ടത്തിലുള്ള അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പുള്ളി അപ്പോസ്തലാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി കുറച്ച് ഭാഗം മാത്രം പിടിച്ചുകൊണ്ട് അവിടെ കയറി ഇരിക്കാനുള്ള ഐഡിയ. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ ലോകം മൊത്തം കറങ്ങി നടക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്നും കരുതാതെ നടക്കുന്ന ഒരു വ്യക്തികളാണ് ഇവര്. സ്വന്തം പ്രോപ്പർട്ടി, സ്വന്തം മാനേജിങ് ഡയറക്ടറും മറ്റേതും ഓരോരോ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരുന്ന് വാഴാൻ വേണ്ടി മാത്രം അവരും അവരുടെ കുടുംബം അവരുടെ തലമുറയും അതിനെ വാഴാൻ വേണ്ടി ഓരോരോ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത് മാത്രം ഇതാ. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ജീവിതമാണെങ്കിൽ അപ്പോസ്തലന്മാർ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അവർ ഓരോരോ സ്ഥലത്ത് പോവുക, സുവിശേഷം പറയുക, ആൾക്കാരെ അടിമേടിക്കുക, എന്നിട്ട് ലാസ്റ്റ് അവര് യേശുവിന്റെ നാമത്തിന് വേണ്ടി അവരുടെ ജീവനെ പ്രാണനെ കൊടുത്തതായിട്ടുള്ള ആൾക്കാരായിട്ടാണ് പുള്ളി തർജ്ജമ ചെയ്യുന്നത്. പുള്ളിക്കാരൻ എന്തോ സഹിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അപ്പോസ്തലനാന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പുള്ളിക്ക് കഷണ്ടി എന്ന ഒരു നാണക്കേടാണ്. ഇത്രയും നാള് കഷണ്ടിയായിട്ട് നടന്ന ഒരു വ്യക്തി ഇപ്പൊ ടോപ്പ് വെച്ചുകൊണ്ട് നടക്കണമെങ്കിൽ പുള്ളിക്ക് ശരീരമായിട്ട് എത്ര വലിയ സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദൈവദാസനായിട്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, നമ്മൾ വചനത്തിനകത്ത് പറയുന്നുണ്ട് തല നമ്മൾ മൂടാൻ പാടില്ല. ഇപ്പം
ഈ വിഗ് വെച്ചാലും അത് മൂടുവല്ലേ. അത് നമ്മളുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഹെയർ അല്ലല്ലോ. അപ്പം തലയിൽ തൊപ്പി വെക്കുന്നതും ഒരു അച്ഛൻ ഒരു തൊപ്പി വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ഒരു തൊപ്പി വെക്കുന്നതും ഇങ്ങനെ ഒരു വിഗ് വെക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പം ഈ സഭകള് നമ്മള് അങ്ങനെ തന്നെ അപ്പോസ്തല പ്രവർത്തിക്കാതെ പിന്നെയും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:74 ഇത് ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷേ വചനം അറിയാത്തവർക്ക് ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാനും അവർക്ക് കുറെ കാശ് കൊടുക്കാനും മാത്രം അറിയാം. അവർ വിചാരിക്കുന്ന ഈ കാശ് കൊടുക്കുന്ന എന്തിനാ വരും? ഈ സഭ അല്ലെങ്കിൽ ഈ ചർച്ച് ഉണ്ടാക്കാനല്ല. ഇവർ എത്ര കൊടുക്കുന്നു അതിന്റെ 100 മേനി ഇവർക്ക് കിട്ടുമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് ഇവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു രോഗമുണ്ട്, ആ രോഗത്തിന് ഒരു പരിഹാരം കാണുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതും ഈ അപ്പോസ്തലനാണെന്ന് പറയുന്ന ആള് വ്യക്തി പറയുന്ന ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. ഈ ഞാൻ ആരാ എന്ന് പറഞ്ഞാൽ പത്രോസ് പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ ഒന്നുമില്ലെന്നാ പറഞ്ഞേക്കുന്നത്. യേശുവിന്റെ നാമം അല്ലാതെ എനിക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് തരാൻ വേണ്ടി. ഓക്കെ, ഞാൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിച്ചോ അപ്പം പുള്ളിയായി ദൈവം. പുള്ളി ദൈവമാണ് എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ച ക്യാൻസർ മാറ്റാനൊക്കും. പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറഞ്ഞ അവരുടെ പൈസയും മാറ്റാനൊക്കും. അപ്പൊ പുള്ളി ആരായി തീർന്നു? ദൈവത്തിനേക്കാളിലും വലിയ വ്യക്തി. എന്താന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അപ്പോസ്തലൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലൻ പറയുന്ന ഞാൻ ഏറ്റവും ഇപ്പൊ പൗലോസ് പറയുന്നുണ്ട് ഞാൻ അപ്പോസ്തലന്മാരിൽ നിന്ന് ഏറ്റവും ചെറിയ അപ്പോസ്തലൻ എന്നുള്ള രീതിയിലാണ് താഴ്ത്തുക സ്വന്തമായിട്ട്. ഓക്കെ, അപ്പോസ്തല പൗലോസ് സ്വന്തമായിട്ട് ഒരു രോഗത്തിന് ദൈവത്തിനോട് ചോദിക്കുമ്പോ എന്റെ കൃപ എനിക്ക് മതി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിട്ട് പറയുകയും ഇങ്ങനെ യേശു ആണ് നിങ്ങളുടെ ക്യാൻസർ മാറ്റുന്നത്, യേശു ആണ് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതെന്നുള്ള കാര്യം പുള്ളിക്ക് വാവുകൊണ്ട് പറയാനൊക്കത്തില്ല. എന്താന്ന് പറഞ്ഞാൽ അല്ല, പുള്ളിക്ക് തരുവാണെങ്കിൽ പുള്ളി അങ്ങനെ കുറച്ച് പ്രിയപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് സഹായം ചെയ്തു തരും. ഈ ക്യാൻസർ മാറിയെന്ന് പറഞ്ഞിട്ട് ചിലപ്പം മെഡിക്കൽ കോളേജിൽ എന്താ പറയുന്ന ട്രീറ്റ്മെന്റ് നടക്കുന്നവരായിരിക്കും. അവര് ക്യാൻസർ മാറിയെന്ന് പറഞ്ഞിട്ട് വന്ന് പ്രസംഗിക്കാൻ പറയാം. അവർക്ക് അത് വെച്ച് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്തോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ മരിച്ചു പോകുന്നു. ആ വാർത്തകൾ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. അപ്പൊ ഇവരുടെ അഡ്വർടൈസ്മെന്റ് ആണ് അങ്ങനെ കാണുമ്പോഴാണ്. ഇപ്പം തന്നെ ഗണേഷ് കുമാർ വന്നിട്ട് എന്റെ പ്രശ്നത്തിന് പുള്ളി പരിഹാരം കാണും. അത് വെച്ച് പുള്ളിക്ക് എത്ര മൈലേജ് കിട്ടിയെന്നറിയോ? അതിന് മുമ്പ് പുള്ളിക്ക് ഇത്ര മൈലേജ് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി കുറെ വലിയ വലിയ ആൾക്കാർ ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവവചനം വെച്ച് കളിക്കുക, ദൈവത്തിനെ കളിപ്പിക്കുക എന്നുള്ള വിചാരമില്ല. എന്താന്ന് പറഞ്ഞാൽ ഇവര് ഈ ഭൂമിയിൽ തന്നെ സ്വർഗം ഉണ്ടാക്കി വെച്ചേക്കുക. ഈ സ്വർഗത്തിലെ സമ്പത്തിലെ ഇതിന്റെയൊക്കെ ഉടമസ്ഥനാരാ? സാത്താന് വേണ്ടി ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതറിയാതെ പാവപ്പെട്ട ജനങ്ങൾ ഇവരുടെ പുറകെ ഇങ്ങനെ മനുഷ്യ ദൈവന്മാരാണ് ഇവര്. മനസ്സിലായി? ഇവരറിയാതെ തന്നെ മനുഷ്യ ദൈവന്മാരെ ആരാധിക്കുന്ന ഇവരുടെ എത്ര ഫോളോവർ ആയിരിക്കും? നമ്മളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ വന്നിട്ട് ഇപ്പൊ കമന്റ് ചെയ്യും നമ്മൾ എന്തുവാ പറയുന്നത്. പക്ഷെ വചനം അവർക്ക് അറിയത്തില്ല. എന്തിന് ഈ ആലയത്തിന്റെ ആവശ്യമുണ്ട്? ഈ സഭയ്ക്കകത്ത് എത്ര പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഈ 8 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേരുടെ ഓരോരോ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പഠിപ്പിക്കാൻ ചിലപ്പം സാമ്പത്തിക സഹായം വേണ്ടവർ കാണും ഓരോ സഭയ്ക്കകത്ത്. ചിലർക്ക് വീടില്ലാത്തവർ കാണും, ചിലർക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാവുന്നവർ കാണും. പക്ഷെ അതൊന്നും ഇവർക്ക് കാണുന്നില്ല. അവർക്ക് വലിയ ഒരു ബിൽഡിംഗ് വേണം, അത്രേ ഉള്ളു. അപ്പം പുതിയ ബൈബിളിനകത്ത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല, ബൈബിൾ പഠിപ്പിക്കുന്നുമില്ല, സഭ ഉണ്ടാക്കാനുള്ള കാര്യം പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ കൂട്ടായ്മ വേണം, നമ്മൾ കൂടണം. അത് ചിലപ്പം ഇത്രയും കേരളത്തിനകത്ത് എത്രമാത്രം കല്യാണത്തിന്റെ ഓഡിറ്റോറിയം ഉണ്ട്. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം കൂടിയാലും മതി, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ഒത്തിരി ജനങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിറ്റോറിയത്തിന്റെ ആവശ്യമുള്ളൂ. ഒരു സഭ ഉണ്ടാക്കാൻ വേണ്ടി കുറെ വസ്തു മേടിച്ച് കുറെ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടിയുടെ ഓണർ ആരാ? പുള്ളിയായി ഓണർ. ഇതിന്റെ അടുത്ത തലമുറ ആർക്കാ കൊടുക്കാൻ പോകുന്നത്? ഇവരുടെ മക്കൾക്കും അവർക്കും ഉള്ളത്. ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്തോ ഉള്ളത്? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട, ഇങ്ങോട്ട് കാശ് മാത്രം എടുത്തുള്ളൂ, അങ്ങോട്ട് കാശൊന്നും പോകാൻ പോകുന്നില്ല. അപ്പം ഇത് പുതിയ നിയമപ്രകാരം അല്ല, ഇത് വ്യക്തികൾ ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ടാക്കുന്ന KP യോഹന്നാന്റെ ജീവിതം നമ്മൾ കണ്ട്. പുള്ളി ഇത്രയൊക്കെ ഉണ്ടാക്കി, ഇത്രയും പ്രോപ്പർട്ടി, ഇത്രയും ചർച്ചുകൾ ഉണ്ടാക്കി. ഇപ്പൊ എവിടാ പുള്ളി? ഒരു ദിവസം, ഒരു നിമിഷം മതി, തീർന്നു. പുള്ളിയുടെ ആവശ്യം കഴിഞ്ഞ് ഇനി അടുത്ത ആള് ഇനി അത് കഴിയും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വല്ലതും ഇന്നത്തെ വല്ലതും വേറെ വചനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ആഡ് ചെയ്യാൻ പറ്റും, കൂടുമോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് സമയം നോക്കട്ടെ.
നമുക്ക് എന്തായാലും ഒരു റൗണ്ട് 1 മിനിറ്റ് കൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് വരാം. ഓക്കെ, ഓക്കെ, എന്താണെന്ന് ഞാൻ വളരെ ബൈബിൾ ഒരു കാര്യം കൂടെ ഞാനത് കവർ ചെയ്തേക്കട്ടെ. 1 Corinthians 3:16 പറയുന്നുണ്ട്, ഡോണ്ട് യു നോ ദാറ്റ് യു യുവർ സെൽഫ് ആർ ദ ഗോഡ്സ് ടെമ്പിൾ. നമ്മളാണ് ദൈവത്തിന്റെ ആലയം എന്നുള്ള കാര്യം അവിടെ വരുന്ന ആൾക്കാർ മറന്നു പോവുകയാണ്. അവർ വിചാരിക്കുന്ന ബിൽഡിംഗ് ചെന്നാലേ അവർക്ക് അനുഗ്രഹം കിട്ടാൻ പോകുന്നുള്ളൂ. അവര് എവിടെ ഇരിക്കുന്നത്? നമ്മളുടെ ആലയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരമാണ്. ആ ആലയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ആ കാര്യം ചെയ്യാതെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കത്തില്ല. അത് ആ പത്രോസ് ആണ് ആ കാര്യം. അവർ ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന്. അതിന്റെ പരിഹാരമായിട്ട് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം സ്നാനപ്പെടുന്നവർക്ക് മാത്രമേ ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുകയും നമ്മൾ ദൈവത്തിന്റെ ആലയായി തീരത്തെ ഉള്ളത്തിനുള്ള ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുക. ബിൽഡിങ്ങിന്റെ പുറകെ പോവാതെ ആ പ്രവൃത്തി നമ്മളുടെ ആലയം നമ്മളെ ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള, ക്രിസ്തുവിനെ ധരിക്കാനുള്ള ഒറ്റ മാർഗം പത്രോസ് തന്നെ. യേശു ക്രിസ്തു പത്രോസിനാണ് സ്വർഗത്തിന്റെ താക്കോൽ കൊടുത്തിരിക്കുന്നത്. ആ താക്കോല് ലഭിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾ കാണത്തില്ല. നിങ്ങൾ ഈ ചർച്ചിൽ പോയി, ആ ചർച്ചിൽ പോയി, ഈ സഭയിൽ പോയി, ഇത് ചെയ്ത് അത് ചെയ്ത് ഇത്രയും രൂപ കൊടുത്തായിരുന്നു, അത്ഭുതങ്ങൾ കണ്ടായിരുന്നു, പല വീരപ്രവൃത്തി കണ്ടായിരുന്നെന്ന് പറഞ്ഞാലും കർത്താവ് പറയാൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നേ പറയത്തുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ എന്റെ ഒരു ചെറിയ ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്റെ അടുത്തൊരു ചോദ്യം ബ്രദർ വിൽസനോടാണ്. ഈ ബൈബിളിൽ നമ്മൾ പറയുന്നത്, ബൈബിൾ അവിടെ നിർബന്ധത്താലുള്ള ഒരു പിരിവിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് പുതിയ നിയമസഭയിൽ ഒരിക്കലും പിന്നെ നിങ്ങൾ എന്താ പറയുക, കമ്പൽസറി ആയിട്ട് ഇങ്ങനെ പണം കൊടുക്കണമെന്ന് പറയുന്നില്ല. ബൈബിൾ ഞാൻ വായിച്ചത്തോളം മനസ്സോടെ കൊടുക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കുന്നു, പക്ഷെ നിർബന്ധത്താൽ അരുതെന്നാ പറഞ്ഞു. അപ്പം ചർച്ചിന്റെ ഒരു ആവശ്യത്തിനാണെങ്കിൽ പോലും. പക്ഷെ ഈ അപ്പോസ്തലന്മാർ ഇത് പറയുമ്പോൾ അവർ കെട്ടിടമണിക്ക് വേണ്ടിയുള്ള പണത്തെക്കുറിച്ചല്ല പറയുന്നത്. അതായത് വേറൊരു സ്ഥലത്ത് ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു സഭയ്ക്ക് ധർമ്മശേഖരത്തിന് വേണ്ടി അവര് പോവുകയാണ്. അവര് പല സ്ഥലത്ത് പോയി സംസാരിച്ച് അവിടെയുള്ള സഭയോട്, നമുക്കറിയാം അവരാരും വലിയ വ്യവസായികളൊന്നും അല്ല. അവിടെയും ഒരുപക്ഷെ പനമ്പ് നിർമ്മിക്കുന്നവരും അല്ലെങ്കിൽ ടെന്റ് ഉണ്ടാക്കുന്നവരും അല്ലെ മീൻപിടുത്തക്കാരും ഒക്കെ വരുന്ന നിസ്സാരമായ ഏണിംഗ് ഉള്ളവരുടെ അടുക്കൽ ചെന്നിട്ട്, ഇന്നടത്തെ കൊരിന്തിലെ സഭ അല്ലെങ്കിൽ അഖായിലെ സഭ അല്ലെങ്കിൽ എഫേസൂസിലെ സഭയ്ക്ക് ഇന്നൊരു കഷ്ടമുണ്ട്, അവിടെ ആളുകൾക്ക് പട്ടിണിയുണ്ട് എന്ന് പറഞ്ഞ് അവരോട് ചോദിക്കാൻ പോകുമ്പോൾ പോലും, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യം ചോദിക്കും പോലും അവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് നിർബന്ധത്താൽ അരുത് എന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ നിർബന്ധത്താൽ അരുതെന്ന് പറയുന്ന ഒരു വചനം ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണെന്ന് നടിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സഭയുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും? അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, സഭയെ സംബന്ധിച്ചോ സഭയ്ക്കുണ്ടാക്കുന്ന ആലയത്തെ സംബന്ധിച്ചോ പിരിവുകളെ സംബന്ധിച്ചോ യാതൊരുവിധ അറിവുമില്ലാതെ കണ്ണ് കാണാൻ കഴിയാത്ത കുരുടന്മാരായ വിശ്വാസികളുടെ അടുത്ത് മാത്രമല്ലേ ഇത് പറയാൻ കഴിയുള്ളൂ. അവിടെ ഏതെങ്കിലും ഒരു അഭിപ്രായമുള്ളവർ, അത്യാവശ്യം ബൈബിൾ അറിയാവുന്നവർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ഇടയുള്ള നമ്മളുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എഴുന്നേൽക്കുമായിരുന്നു, തത്സമയം എഴുന്നേൽക്കുമായിരുന്നു. അപ്പം ഈ ജനത്തിന്റെ അജ്ഞതയല്ലേ സത്യത്തിൽ ഇതിനുള്ള കാരണമായിട്ടുള്ളത്? നല്ലൊരു ചോദ്യമാണ്. ബേസിക്കലി അതാണ് നമ്മൾ കാണുന്നത്, ഒരു ആത്മീയ അറിവില്ലായ്മ. നമ്മള് ഒരു സഭയിൽ പോയാലും വചനപ്രകാരം എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ ഉള്ള ദൈവദാസന്മാർക്ക് അവരുടെ ശ്രദ്ധയിൽ അത് വരുത്തുക. അത് കഴിഞ്ഞിട്ടും അവര് ആ ഒരു രീതിയിലല്ല, മറ്റു രീതിയിലാ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇത് ദൈവസഭ തന്നെയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ച ചോദ്യത്തിനകത്ത് ഏറ്റവും വലിയ ഒരു ക്ലൂ അവിടെ തന്നെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ വേണ്ടി നിങ്ങൾ വില കൊണ്ടുവരണം. ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 8 കോടിയുടെ ആവശ്യമുണ്ടെന്നാ പറയുന്നത്. നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആലയം ദൈവം പണിഞ്ഞത് എങ്ങനെയാണ്? സ്വന്തം ജീവന്റെ വില കൊടുത്ത് ആണ് പണിഞ്ഞിരിക്കുന്നത്. അതിനൊരു പൈസയുടെ ആവശ്യമില്ല. ആരുടെയും പൈസ, ആരുടെയും പൈസയുടെ ഒരു ആവശ്യവും ആ ദൈവത്തിന്റെ ആലയത്തിനില്ല. പിന്നെ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെട്ട ആത്മീയ കല്ലുകൾ, ഓരോ കല്ലുകളാൽ നിങ്ങൾ എല്ലാവരും കൂടി ദൈവാലയമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കല്ലുകൾക്ക് വേണ്ട
ഇപ്പൊ ഒരാൾ ഒരു ഭവനം പണിയുമ്പോൾ പല കല്ലുകൾ വരുമ്പോൾ ആ കല്ലുകളെല്ലാം ഒരേ ഷേപ്പിലല്ല ഇരിക്കുന്നത്. അതിനെല്ലാം ചെത്തി അതിനെ ഒക്കെ റെഡിയാക്കി അതിനെ ഒരു ഷേപ്പിലാക്കിയാണ് ആ ആലയത്തിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ആവശ്യം, നമ്മുടെ ആ ഒരു ഹെൽപ്പിന്റെ ആവശ്യം, നമ്മുടെ മറ്റ് ഉള്ള സഹോദരങ്ങൾക്ക് വേണ്ട ആ ആവശ്യങ്ങളെ നിറവേറ്റുന്നതാണ് പുതിയ നിയമത്തിലെ നമ്മൾ ഈ കൊടുക്കുക അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി അവിടെ കാണിക്കുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബലപ്പെടുത്തുക. നിങ്ങൾ എനിക്ക് കഴിപ്പാനില്ലാത്തപ്പോൾ നിങ്ങൾ എനിക്ക് കഴിപ്പാൻ തന്നു, എനിക്ക് എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, എനിക്ക് വസ്ത്രം ഇല്ലാത്തപ്പോൾ നിങ്ങൾ എനിക്ക് ധരിപ്പാൻ തന്നു. നിങ്ങൾ ആർക്ക് കൊടുത്തു? ഏറ്റവും എളിയവന് കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള സഹവിശ്വാസികളെ ബലപ്പെടുത്തുന്നതാണ് ഈ പുതിയ നിയമത്തിലെ ഈ ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണിക്കുന്നത്. ഓരോ കല്ലിന്മേൽ കല്ല് പണിയുമ്പോൾ മറ്റു കല്ലുകൾക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന കല്ലുകൾ. ആ ഒരു രീതിയിലാണ് ദൈവാലയം എന്ന ആ കോൺസെപ്റ്റ് പോലും ഉള്ളത്. പക്ഷെ ഇത് ഇവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ദേവാലയത്തിന്റെ കോൺസെപ്റ്റ് നമ്മൾ പഴയ ദേവാലയത്തിലും കാണുമ്പോൾ എവിടെയാണ് ശലോമോൻ ഒരു ജനങ്ങളോട് കാശ് പിരിച്ചിട്ട് ഈ ദേവാലയം ഉണ്ടാക്കിയത്? ദൈവം ആ സമയത്ത് ശലോമോന് വേണ്ടത്ര നൽകിയെന്നാ പറയുന്നത്. മറ്റുള്ള ആൾക്കാർ അവന് വേണ്ടത്രോളം കാശ് കൊണ്ട് കൊടുത്തെന്നാ പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു പിരിവിന്റെ കാര്യം പഴയ നിയമത്തിലെ ആലയത്തിൽ പോലും ഇല്ല. അവിടെ യാഗം കഴിക്കാൻ വേണ്ടി അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവർ തന്നെ കൊണ്ടുവന്ന് ആലയത്തിൽ കൊടുക്കും. ലേവിക്ക് കൊടുക്കേണ്ടത് അവർ കൊടുക്കും. അതെല്ലാം ശരിയാണ്. പക്ഷെ അത് ലേവിക്കുള്ള നിയമമായിരുന്നു. ആ ഒരു നിയമത്തെ, പഴയ നിയമത്തെയും പിന്നെ പുതിയ നിയമത്തിന്റെ ചില കാര്യങ്ങളും എടുത്തുകൊണ്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശുണ്ടാക്കുക, അങ്ങനെ ഒരു ആലയം പണിയുവാൻ വേണ്ടി ഒരിക്കലും ദൈവം ഒരു കാശും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആലയം ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പുതിയ ആലയത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ തന്നെ ആലയമായി തീരുന്നത് എങ്ങനെ? ഇവിടെ പറഞ്ഞത് മാതിരി വീണ്ടും ജനനത്തിന്റെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ കൂടെ ദൈവമക്കളാകുക, ദൈവത്തിന്റെ ആലയങ്ങളായി തീരുക. മറ്റുള്ളവർക്ക് അപ്പോൾ ആലയത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ ഉള്ളവരായി തീരുക. അതാണ് ആലയം. ഈ ഭൂമിയിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ ആലയങ്ങൾ ആയിരിക്കുന്ന ദൈവമക്കൾ. അതാണ് നമ്മൾക്ക് വചനം പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യം. അതിൽ നിന്നും പല വിപരീതമായുള്ള ഒരു പഠിപ്പീരാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് വെറും അവർക്ക് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അത് നോക്കി ചിന്തിച്ചാൽ നമുക്ക് അറിയുവാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വളരെ വ്യക്തമാണ് ഉത്തരം. ഞാനിത് നമുക്കത് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ കുറച്ച് ഇതിന് മീറ്റിങ്ങിന് ഒരു വീഡിയോ കണ്ടതില് ഒരു IBC എന്ന് പറഞ്ഞൊരു ചാനലുകാരൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കൊട്ടാരക്കരയിലെ ടിൻഡുമോൻ പാസ്റ്റർ അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലെയിം ഒക്കെ നടത്തി, ശാപമൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോ മൊബൈൽ ഫോണും ഓഫ് ചെയ്ത് വീട്ടിൽ കയറി റൂം അടച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം വെള്ളം കുടിച്ചില്ല, പക്ഷെ ജ്യൂസാ കുടിച്ചത്. ചോറുണ്ടില്ല, പക്ഷെ ബിരിയാണിയെ കഴിച്ചുള്ളൂ. എങ്ങനെ പുള്ളി അടച്ച വീട്ടിൽ കയറി എന്ന് പറയാണ്. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സാന്ദർഭികമായിട്ട് ചോദിച്ചാൽ, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് കേട്ടു വന്ന ചില വീഡിയോകളിലൊക്കെ അദ്ദേഹത്തിന്റെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ദൈവാത്മ പ്രചോദിതമല്ല. പുള്ളി കൂടോത്രങ്ങളൊക്കെ ചെയ്യും, മോതിരങ്ങളൊക്കെ കൂടോത്രം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി അദ്ദേഹത്തിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഒരു സന്ദേശം കേൾക്കാനിടയായി. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. അപ്പം ഈ സഭകളിലൊക്കെ ജനങ്ങൾ, ഒന്നാമത്തെ കാര്യം, കുരുടന്മാരെ നയിക്കുന്ന കുരുടന്മാര് ആണ് ഇന്നത്തെ ഈ പറയുന്ന ഈ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചകളിലെല്ലാം ഉള്ളിടത്ത്. നമുക്ക് ട്രിനിറ്റേറിയൻ ചർച്ചസ് ആയാലും വ്യവസ്ഥാപിത ട്രിനിറ്റേറിയൻ ചർച്ചകളിലേക്ക് പോയാൽ, IPC ആകട്ടെ, അത് UPC ആയിക്കോട്ടെ,
AG ആയിക്കോട്ടെ, അതുപോലെ JNBC ഏതെങ്കിലും ട്രിനിറ്റിയോ വണ്ണസോ ഏത് ചർച്ചിലാണേലും ഇത്തരം വലിയൊരു പ്രശ്നം അവിടെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ബൈബിൾ അവർക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പം അവിടെ ഉള്ളവരെ, അവിടേക്ക് ചെല്ലുന്നവരൊക്കെ ഒന്നുകിൽ ദൈവഭയമുള്ളവരും, പിന്നെ ആ ദൈവഭയ നിമിത്തം അവർ രക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ രക്ഷ അവിടെ പോയാൽ ലഭിക്കുമെന്ന് ഓർത്തിട്ട് ട്രിനിറ്റിയിലും വണ്ണസിലും പോകുന്നു. എന്നാൽ ഇവിടെ പോകുന്നവരെല്ലാം, അവിടെ പോകുന്നവരുടെ ഉദ്ദേശം തന്നെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങളാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിനോ, അല്ലെങ്കിൽ പിന്നെ അവരുടെ കടം വീട്ടാനോ, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കാനോ, നല്ല സാമ്പത്തികമായ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഒരു ചർച്ച ആയിട്ട് ഇതിനെ, അല്ലെങ്കിൽ ഒരു ഇടമായിട്ട് ഇതിനെ കണ്ടാണ് പോകുന്നത്. അപ്പം അവിടെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുമുണ്ട്, ഇല്ലെങ്കിൽ ആളുകൾ അത്രയധികം നിൽക്കത്തില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോയിൽ കണ്ടത്, കഴിഞ്ഞ 4 വർഷമായിട്ട് മീൻ കൂട്ടി അവിയലും തോരനും അച്ചാറും കൂട്ടി എല്ലാവർക്കും, ഈ വരുന്ന ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം കർത്താവ് പറഞ്ഞാൽ അപ്പം തിന്നാനും പിന്നെ വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നതെന്ന് പറഞ്ഞതുപോലെ, പലരും വരുന്നത് ഇങ്ങനൊരു കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ അവരെ നമ്മൾ സഹായിക്കും, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസിയെങ്കിലും സഹായിക്കും. പിന്നെ ഞായറാഴ്ച വീട്ടിൽ ഒന്നും വെക്കിയാലും കുഴപ്പമില്ല, അവിടെ പോയാൽ ഭക്ഷണം കഴിക്കാം. അപ്പം ഇങ്ങനെ ദർശനമില്ലാതെ, അല്ലെങ്കിൽ ഉൾക്കാഴ്ചയില്ലാതെ, ദൈവികമെന്ന് കരുതിക്കൊണ്ട് ഇവരെല്ലാം ചെന്ന് ചേരുന്നത് പൈശാചികനാൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയുടെ അടുക്കലേക്കല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവികമാണ് ഇവിടുത്തെ ശുശ്രൂഷയെന്ന് ഇവരുടെ നടപടികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത് ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, ഇവരൊരു ആലയമാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നെങ്കിൽ, അതായത് ഒരു 10,000 2,000 ആളുകൾക്ക് മഞ്ഞും മഴയും കൊള്ളാതെ ഒരു സ്ഥലം ഇവർ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു സ്ട്രക്ചറൽ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ പല കാർ ഷോറൂമുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ പണിയുന്നതാണ്. ഫുൾ ഗ്ലാസ് പാനൽ ഇട്ട് കഴിഞ്ഞാലും സൈഡുകൾ അവർ മെറ്റൽ ഷീറ്റുകൾ കൊണ്ട് അടിച്ചാലും, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവർ ഈ ഒരു ആലയം പണിയുന്നതെങ്കിൽ 1 കോടി രൂപയുടെ ആലയത്തിൽ ഒരു 10,000 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പം 8 കോടിയുടെ ആലയം എന്ന് പറയുന്നത് പക്ഷേ ഒരു കൺവെൻഷൻ സെന്റർ ആയിരിക്കാം. അവിടെ മാരേജുകളും മറ്റു പല കാര്യങ്ങളും നടത്താനും, അവിടെ ഒരു മാൾ, അതായത് അവിടെ എന്തെങ്കിലും വന്ന് വാങ്ങാനും കൊടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. അൾട്ടിമേറ്റ്ലി സൈമൺ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സോൾ പ്രൊപ്പറേറ്റർ, ഈ കമ്പനിയുടെ മൊത്തം ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ച ഈ ഫണ്ടിന്റെ മുഴുവനും ഒരേ ഒരു അവകാശിയും ഇദ്ദേഹം മാത്രമായിരിക്കും. അപ്പോ ഈ കണ്ണു കാണാത്ത കുരുടന്മാരായ വിശ്വാസികൾ അവരുടെ അല്പത്തിൽ നിന്നും അവര് ഉള്ളതെല്ലാം പറിച്ച് അവർക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവരൊരു വഞ്ചനയിലേക്ക് അകപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഒരു പൈശാചിക മാസ്മരിക ശക്തി അവിടെ വ്യാപരിക്കുന്നില്ലേ എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാം. അതിനെക്കുറിച്ച് പാസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. അതിന്റെ സകല ലക്ഷണങ്ങളുമാണ്. ഇത് എന്നെങ്കിലും ഇത് വെളിപ്പെടാതിരിക്കുകയല്ല, ഇപ്പം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഈ വ്യക്തിയിലും അവിടെ വടക്കേണ്ടിയിൽ വന്ന അദ്ദേഹത്തിലും ഒക്കെ ഭരിക്കുന്ന ആത്മാവ് പൈശാചികമാണെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇതിനോട് ചേർന്ന് നിന്ന് ഇതിന് കൂട്ടു നിൽക്കുക എന്നുള്ളത്. കാരണം ബൈബിൾ നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പം എല്ലാവരും പറഞ്ഞതനുസരിച്ച് ജനങ്ങൾക്ക് നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആ നിമിഷത്തിൽ ഇവിടുന്ന് പോകാനുള്ളവരാണ്. അവർക്കിവിടെ 8 കോടി രൂപയുടെ 8 കോടി മുടക്കി ഒരു അടിസ്ഥാനപരമായിട്ടൊരു കെട്ടിടം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം പൈശാചികമാണ്. അതിന്റെ ലക്ഷ്യം ഇതേതോ അതിന്റെ ഓണറാകുക എന്ന് പറഞ്ഞാൽ ഒരു ബാബേൽ ഗോപുരം പണിയാൻ വേണ്ടി ബാബേൽ ഗോപുരത്തിന്റെ ബാക്കി പണി ഇവർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എവിടെങ്കിലും വാടകയ്ക്ക്, ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ വാടകയ്ക്ക് എടുത്ത് ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലമോ വാടകയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ പോയാൽ മതി. കാരണം സ്ഥിരമായിട്ടുള്ള ഇത് പണിതിട്ട് അതിന്റെ ആസ്തിയെല്ലാം അതിന്റെ സകല മൂലധനവും ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രസ്ഥാനം പണിയുക, ഇവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അത് മുഴുവൻ പൈശാചികമാണ്. ഇവിടെ പ്രസ്ഥാനം ഉണ്ടാക്കി വലിയ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി
ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ ഇത് ജനങ്ങൾ വലിയ കൊടും വഞ്ചനയിലാണ് കുടുങ്ങി കിടക്കുന്നതെന്നും ഇത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള വഴിയല്ല, ഇത് ബാബേൽ ഗോപുരം, ബാബേൽ കോട്ട പണിയുകയാണ്. കർത്താവിന്റെ വചനം പറഞ്ഞ പ്രകാരം പാതാള ഗോപുരമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും താമസിക്കാതെ മനസ്സിലാകും. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ ചില സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വില്ലന്മാർ വന്ന് വളരെയധികം അവര് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം അവര് പ്രസംഗിച്ച് അവസാനം അവരുടെ പോക്ക് എങ്ങോട്ടായിരുന്നു? അവസാനം അവർ ദൈവസഭയുടെ അംഗമല്ല, അവർ പിശാചിന്റെ പിടിയിലെ കളിപ്പാവകളായിരുന്നുവെന്ന് ഒടുവിൽ മനസ്സിലാക്കി. നമുക്കറിയാം, ഈ സുവിശേഷ രംഗത്തുനിന്ന് മാറി അവര് വന്ന ആ സാമുദായിക സംഘടനയിലേക്ക് പോയി ദുരുപദേശകരായി, വിഗ്രഹാരാധന പ്രഘോഷകരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞ പോലെ ഈ വ്യക്തിയും അതേ രീതിയിലുള്ള പോക്കാണ്. ഇത് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കി ആ വഞ്ചനയിൽ നിന്ന്, ആ കുടുക്കിൽ നിന്ന്, ആ ബാബേൽ ഗോപുരം പണിയിൽ നിന്ന് എത്രയും വേഗം മാറിയില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പോക്ക് ഒരു വലിയ ദുരന്തത്തിലേക്കാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതൊരിക്കലും ദൈവഹിതപ്രകാരമുള്ള ഒന്നല്ല അവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജോസ് ഫറീസ് മാഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് കേട്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടില്ല. മോതിരം അതുപോലെ തന്നെ അതൊക്കെ മന്ത്രവാദം ചെയ്ത് ഓതി കൊടുക്കുന്ന പോലൊക്കെ കൊടുക്കുന്നുണ്ടെന്നും, അതുപോലെ തന്നെ താൽക്കാലിക നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു 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 കൂട്ടം ഈ ലോകത്തിൽ എന്തൊക്കെ നേടാവോ അതിനു വേണ്ടിയുള്ള സാത്താനിക പ്രേരണയാൽ മുൻപോട്ട് പോകുന്ന കൂട്ടങ്ങളാണ് ഇവയെല്ലാം. ഇവിടെയുള്ള ന്യൂ ജനറേഷൻ മുഴുവൻ ഇപ്പോൾ ജോസ് ഫറീസ് മാഷ് പറഞ്ഞ പോലെ IPC പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ചില സംഘങ്ങൾ പോലെ അവരൊക്കെ അവര് കുറച്ച് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുവെങ്കിൽ തന്നെയും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് വിധേയമായി പോകണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവരിൽ പലരും മുൻപോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി മാത്രം വരുന്ന എല്ലാം തന്റെ പേരിലാക്കി താൻ മാത്രം അതിന്റെ ഓണറായി നിന്ന് പോകുന്ന പ്രവണതകള് ഇങ്ങനെയുള്ള സംഘങ്ങൾക്കില്ല. അസംബ്ലീസ് സഭയോ അല്ലെങ്കിൽ IPCയോ ചർച്ച് ബോർഡോ അങ്ങനെയുള്ള സഭകൾക്കൊന്നും അങ്ങനെയില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ദുരുപദേശം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പൈശാചിക ശക്തിയുടെ കുറവ് അവിടെയുണ്ട്. ബാക്കി ഇത് മുഴുവൻ പിശാചിന്റെ ശക്തിയാണ് ഇവരെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇവരുടെ എല്ലാ ചലനങ്ങളും എല്ലാ നീക്കങ്ങളും 100% പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളണം. ഓക്കെ, താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. നമ്മുടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഞങ്ങൾക്ക് JCNDSD യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുത്ത ഈ വിഷയത്തിന്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കേവലം ഈ ടിനു ജോർജ് എന്ന് പറയുന്ന ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ പറഞ്ഞത്. ഇത്തരത്തിൽ കോട്ടയത്തും എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ പത്തനാപുരത്തും ഒക്കെ ആയിട്ട് ധാരാളം വൺ-മാൻ ചർച്ചുകൾ, വൺ-മാൻ കോൺഗ്രിഗേഷനുകൾ ധാരാളമായി കൂണുപോലെ മുളച്ചു വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം അടുത്ത കാലത്ത് ഇവരെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ചില വീഡിയോകളും വന്നു. ഇവരുടെ അധാർമിക ജീവിതവും സെക്ഷൽ ലൈഫും, അതായത് ശരിയായ ഒരു മാരേജിന് പുറത്തുള്ള എല്ലാവിധ ആവാസ ലൈംഗിക ബന്ധങ്ങളും പണപ്പിരിവും വ്യാജമായി ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളും അങ്ങനെ ഇതെല്ലാം കാണിച്ചിട്ട് വിശ്വാസികളെയും അവരുടെ സമ്പത്തും പിഴിഞ്ഞെടുക്കുന്നതും കെട്ടിടങ്ങൾ പോലും ഇവര് എഴുതി വാങ്ങിയ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് തുറന്നു കാണിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളോടുള്ള അല്ലെങ്കിൽ ഇത്തരം ആളുകളോടുള്ള ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് ദൈവവചനം അറിയുന്നവരെന്നുള്ള നിലയിലും യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശപ്രകാരമുള്ള യഥാർത്ഥ ശ്ലൈഹിക സഭ നടത്തിവന്ന പാരമ്പര്യങ്ങളെയും അത് അതിൽ അനുഷ്ഠാനമായി കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങളെയും സ്നാനത്തെയും ഉപദേശത്തെ സംബന്ധിച്ചും വ്യക്തമായി പഠിപ്പിക്കുന്നവരും പഠിച്ച് അതിനെ പിൻപറ്റുന്നവരും എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊരു മുന്നറിയിപ്പായി ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് തരുകയാണ്. നിങ്ങൾ പോകുന്ന ദേവാലയങ്ങൾ എന്ന് നിങ്ങൾ വിശ്വസിച്ച് പോകുന്നിടത്ത് നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബൈബിൾ വ്യക്തിപരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു പോംവഴിയുള്ളൂ. പ്രത്യേകിച്ച് പുതിയ നിയമ ഗ്രന്ഥങ്ങൾ നിങ്ങൾ 2 ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ
ഇത്തരമുള്ള കാപട്യങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. അവരുടെ ചെറുത്ത് നിന്ന് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ രക്ഷ ഉറപ്പാക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. അങ്ങനെ അനേകരുടെ പ്രവർത്തനങ്ങൾ നിമിത്തം ഇത്തരക്കാർക്ക് അവരുടെ ആൾക്കൂട്ടം കുറഞ്ഞു വരുമ്പോൾ ഒരു തിരിച്ചറിവിന് കാരണമായി തീരും എന്ന് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്യമം മറ്റൊന്നുമല്ല, സത്യം ജനങ്ങളെ അറിയിക്കുക. അങ്ങനെ സത്യം അറിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരായി തീരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ദൈവകൃപയിൽ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ കേട്ടവരായ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.